ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc സെക്കൻഡ് സെം ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് ഒരു ഓട്ടോണമസ് കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു വർഷം മുന്നത്തെ പേപ്പർ ആയതുകൊണ്ട്. പക്ഷെ ടെക്സ്റ്റ് നിങ്ങളുടെ തന്നെയാണ്, സെയിം ആണ്. അപ്പം ഫസ്റ്റ് സെമ്മിൽ ഫോളോ ചെയ്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓർത്തിട്ട് എക്സാം എഴുതിക്കോളൂ. അപ്പോൾ ഈ ഒരു പേപ്പറിനനുസരിച്ചിട്ട് ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2.5 മാർക്സ് ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്സ് കിട്ടും. 10 എണ്ണം മിനിമം അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ്, പക്ഷെ അതിലും കൂടുതലും അറ്റംപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. കാരണം എന്താ വെച്ചാൽ അത് സീലിംഗ് ഉള്ള പേപ്പർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഭാവവാചക് സംജ്ഞ രൂപ് ലിഖിയെ കാല ഠണ്ട. അപ്പൊ ഇതില് ഭാവവാചക സംജ്ഞ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാല എന്നതിൽ നിന്ന് അതിന്റെ ഭാവവാചക സംജ്ഞ ഫോം ചെയ്യുക. അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കാലാപ്പൻ, അതുപോലെ തന്നെ ഠണ്ട് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മഹീനോ തഥാ ദിനോ കെ നാം കിസ് ലിംഗ് മേ ഹോത്തെ ഹെ എന്നാണ്. മാസങ്ങൾ അതുപോലെ തന്നെ ദിവസങ്ങൾ, അതിന്റെയൊക്കെ പേരുകൾ ഏത് ലിംഗിലാണ് പെടുന്നത്? പുല്ലിംഗിലാണ് പെടുന്നത്. പിന്നെ തേർഡ് വൺ ഫീസ് ശബ്ദ ഉത്പത്തി के आधार पर किस तरह का शब्द है. ഉത്പത്തിയുടെ ബേസിസിൽ, ഒറിജിന്റെ ബേസിസിൽ ഫീസ് എന്ന് പറയുന്ന വാക്ക് ഏത് തരം ശബ്ദാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് വിദേശി ശബ്ദാണ്, ശബ്ദ വിചാറിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ അവികാരി ശബ്ദ ക്യാ ഹോത്തെ ഹെ. അപ്പൊ അവികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിൻ ശബ്ദോ മേ ലിംഗ് വചൻ കാരക് ആദി के अनुसार विकार अथवा परिवर्तन नहीं होता अविकारी शब्द कहलाते हैं. അപ്പോൾ ലിംഗ് വചൻ കാരകിനനുസരിച്ചിട്ട് മാറാത്ത വാക്കുകളെയാണ് നമ്മൾ അവികാരി ശബ്ദം എന്ന് പറയുന്നത്. പേജ് നമ്പർ 21 ആണ് ഈ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഹിന്ദി മേ കാരക് കെ കിത്തനെ ഭേദ് ഹോത്തെ ഹെ. അപ്പോൾ ഹിന്ദിയിൽ കാരകിന്റെ എത്ര ഭേദാണുള്ളത്? 8 ഭേദാണ്, 8 ടൈപ്സ് ആണുള്ളത്. പേജ് നമ്പർ 33 അത് അവൈലബിൾ ആണ്. ബഹുവചൻ കിസേ കഹത്തെ ഹെ. ബഹുവചൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂറല്. അപ്പോൾ പ്ലൂറല് ബഹുവചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. संज्ञा के जिस रूप से एक से अधिक പദാർത്ഥോ യാ വ്യക്തിയോ കാ ബോധ് ഹോത്താ ഹെ. പേജ് നമ്പർ 30 ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. സംജ്ഞയുടെ ഏതൊരു രൂപത്തിൽ നിന്നാണോ ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ വിശേഷൻ കിസേ കഹത്തെ ഹെ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ വികാരി ശബ്ദ ഹെ ജിസ്സെ സംജ്ഞ യാ സർവനാം की വിശേഷത ഗുൺ ധർമ്മ ആദി പ്രകട് ഹോത്തെ ഹെ. വികാരി ശബ്ദമാണ്, ലിംഗവചൻ കാരകനുസരിച്ചിട്ട് മാറുന്ന ഒരു കാര്യമാണ് വിശേഷൻ. അത് ഒരു സാധനത്തിന്റെ, ഒരു സംജ്ഞ അല്ലെങ്കിൽ സർവനാമിന്റെ വിശേഷണം, അതിന്റെ ഗുണം, അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? വിശേഷൻ എന്ന് പറയുന്നത്. എയ്ത്ത് വൺ കർത്ത സെ ക്യാ താത്പര്യ ഹെ. കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയ കർണേ വാല, ആരാണോ ക്രിയ ചെയ്യുന്നത്. നയൻത്ത് വൺ കാൽ കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹെ. കാല് എത്ര തരം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 പ്രകാർ കെ ഹോത്തെ ഹെ ഭൂത് വർത്തമാൻ ഭവിഷ്യ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ ജനറൽ ആയിട്ട് കാലെന്ന് ചോദിച്ചതിന് പകരം ഭൂത്കാൽ കിത്തനെ പ്രകാർ കെ ഹെ എന്ന് ചോദിച്ചാല് ഭൂത്കാൽ എത്ര തരം ഉണ്ടെന്ന് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ വർത്തമാനും ഭവിഷ്യം, എല്ലാത്തിനും എത്ര ഡിവിഷൻസ് ഉണ്ട് എന്നും അതുപോലെ തന്നെ ആ ഡിവിഷൻസിന്റെ പേരെന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. जो സർവനാം പ്രശ്ന करने के लिए आते हैं उन्हें क्या कहते हैं. ഏത് സർവനാമാണോ, സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രനൗൺ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെന്താണ് പറയാ? പ്രശ്നവാചക് സർവനാം എന്നാണ് പറയാ. 11th ക്വസ്റ്റ്യൻ അപൂർണ വർത്തമാൻ കാൽ സെ ക്യാ മത്ലബ് ഹെ. അപൂർണ വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാ കാ വ രൂപ് ജിസ്സെ യഹ് മാലൂം ഹോത്താ ഹെ കി ക്രിയാ കാ വ്യാപാർ അബ് ഭി ജാരി ഹെ. അപ്പോ ക്രിയയുടെ ഏത് രൂപത്തിൽ നിന്നാണോ നമുക്ക് മനസ്സിലാവുന്നത് ക്രിയ ഇപ്പോഴും ജാരി ഹെ എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ആ സെന്റൻസസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? രഹാഹു, രഹീഹു, രഹേഹു എക്സെട്ര അങ്ങനെ വെച്ചിട്ടാണ് ആ ഒരു സെന്റൻസ് എഴുതുക. അങ്ങനെയുള്ള സെന്റൻസിനെയാണ്, അങ്ങനെയുള്ള ക്രിയയുടെ രൂപത്തെയാണ് പറയുന്നത് എന്താണ്? അപൂർണ വർത്തമാൻ കാലെന്ന്. 12th क्वेश्चन राम से पुस्तक पढ़ी जाती है यह कौन सा वाज्य है. രാമനാൽ പുസ്തകം വായിക്കപ്പെടുന്നു എന്ന ഈ ഒരു സെന്റൻസ് ഏത് വാജ്യയിലാണ് പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ അത് കർമ്മവാചിയിലാണ് വരിക. കർമ്മവാചിയിലാണ് ഈ ഒരു സേ വെച്ചിട്ടുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. 13th ക്വസ്റ്റ്യൻ, സംയോജക് അവ്യയ് കിസേ कहते हैं? സംയോജക് അവ്യയ് എന്ന് പറയുന്നത് എന്തിനെയാണെന്നാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ സംയോജക് അവ്യയില് ഒരു ഡൗട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ സംയോജക ക്രിയാവിശേഷണായിരിക്കാം, അല്ലെങ്കിൽ സംയോജക സമാനാധികരൺ സമുച്ചയബോധകായിരിക്കാം. ഇതിൽ ക്ലിയർ ആയിട്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഏതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. ഇപ്പൊ ക്രിയാവിശേഷണായാലും അവ്യയ് തന്നെയാണ്, അതുപോലെ തന്നെ ഈ സമുച്ചയ ബോധകിലത്തെ ആയാലും അവ്യയ് തന്നെയാണ്. രണ്ടും അവികാരി ശബ്ദമാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡെഫിനേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഡെഫിനേഷൻ എഴുതാം. അതർവൈസ് ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിൽ ചോയ്സ് ഉണ്ടല്ലോ. 10 ക്വസ്റ്റ്യൻ ആണ് മിനിമം എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോ ഇത് ഞാൻ ആദ്യം എഴുതിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ നോക്കിയപ്പോൾ ക്വസ്റ്റ്യനിലാണ് ക്ലാരിറ്റി കുറവുള്ളത്. അപ്പോൾ ആദ്യത്തെ ആണെങ്കിൽ സംയോജക ക്രിയാവിശേഷണാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനേഷൻ വരിക ജോ ക്രിയാവിശേഷൻ ഉപവാക്യോ കോ മിലാത്തെ ഹെ എന്നുള്ളതാണ്. രണ്ട് ഉപവാക്യങ്ങളെ ജോയിൻ ചെയ്യിക്കുന്ന ക്രിയാവിശേഷണങ്ങൾ, അതായത് ജബ് തബ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളിപ്പോ സമുച്ചയ ബോധകിന്റെ ഡെഫിനേഷൻ ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ജോ സമാനാധികरण സമുച്ചയ ബോധക് ദോ യാ ദോ സെ അധിക് ബാത്തോं को जोड़ता है. ഒന്നോ ഒന്നിൽ കൂടുതലോ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സമാനാധികരൺ സമുച്ചയ ബോധകിനെയാണ് സംയോജക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഓർ, തഥ, ഏവം എന്നൊക്കെയുള്ള വേർഡ്സ് ആണ് വരുന്നത്. പേജ് നമ്പർ 69 അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 14th क्वेश्चन, संबद्ध संबंध बोधक अव्यय से क्या मतलब है? संबंध संबंध बोधक अव्यय എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. जो संबंध बोधक अव्यय विभक्तियों के बाद प्रयुक्त होते हैं. ഏത് സംബന്ധ ബോധക അവ്യയാണോ വിഭക്തിക്ക് ശേഷം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കെ പാസ്, കെ സാത്ത് എന്നൊക്കെ വെച്ചിട്ട് ഇപ്പൊ രാം കെ സാത്ത്, സീത കെ പാസ് അങ്ങനെ എഴുതുന്ന സെന്റൻസില്ലേ, അതിൽ ഈ കെ പാസ്, കെ സാത്ത് എന്നുള്ളതൊക്കെയാണ് സംബന്ധ ബോധകമായിട്ട് പറയുന്നത്. 15th क्वेश्चन, जो समुच्चय बोधक आश्रित उपवाक्य को मुख्य उपवाक्य के साथ जोड़ता है उसे क्या कहते हैं? അപ്പൊ ഏത് സമുച്ചയ ബോധകമാണോ ആശ്രിത ഉപവാക്യത്തെ, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സെന്റൻസിനെ മുഖ്യ ഉപവാക്യമായിട്ട്, മെയിൻ സെന്റൻസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്, അതിനെന്താണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് വ്യതികരൺ ബോധക് എന്നാണ് പറയുന്നത്. സമുച്ചയ ബോധക് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 69 ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വ്യതികരൺ ബോധക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് 2.5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് 1 വേർഡ് മാത്രം എഴുതി അവസാനിപ്പിക്കരുത് കേട്ടോ. അതിന്റെ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ഈ 15th ക്വസ്റ്റ്യനിൽ ഡെഫിനേഷൻ നിങ്ങൾക്ക് തന്നിട്ട് വേർഡ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം ആ വേർഡ് എഴുതുക, എന്നിട്ട് ഒരു എക്സാമ്പിളും കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ഇതിന് 4 സബ് ഡിവിഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ 4 സബ് ഡിവിഷൻസിന്റെ പേര് ജസ്റ്റ് എഴുതിയാൽ മതിയാവും. 4ഉം എഴുതാനുള്ള സമയം കിട്ടില്ലല്ലോ, 4ന്റെയും ഡെഫിനേഷൻ എഴുതാനുള്ള സമയം കിട്ടില്ല. അപ്പം ഇതിനെ വ്യതികരൺ ബോധക് എന്നാണ് പറയുന്നത്. ഇതിന് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. इसके 4 उपभेद है എന്ന് പറഞ്ഞിട്ട് എഴുതുക. ആ 4 പേര് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതിയാവും. അതൊക്കെ ടൈമിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അക്കോർഡിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേക പ്രശ്നോ കെ അങ്ക് സാത്ത് ഹെ ആപ്കോ അധികതം 35 അങ്ക് മിൽ സക്തേ ഹെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീലിംഗ് ഉള്ള പേപ്പർ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഓരോ ക്വസ്റ്റ്യനും 7 മാർക്കാണ്. അതില് മാക്സിമം 35 മാർക്സേ കിട്ടുള്ളൂ. സീലിംഗ് 35ന്റെ ആണ്. അപ്പം 5 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 35 മാർക്സ് കിട്ടും. പക്ഷെ അതിലും കൂടുതലും അറ്റംപ്റ്റ് ചെയ്യാം. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ എഴുതുന്ന പേപ്പറിന്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 16th ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന സ്ത്രീലിംഗ് ശബ്ദവും കി പെഹചാൻ കെ കുച്ച് മുഖ്യ നിയം ലിഖിയെ എന്നാണ്. അപ്പോൾ സ്ത്രീലിംഗ വാക്കുകളെ തിരിച്ചറിയാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 7 മാർക്സ് ഉള്ളത് കൊണ്ട് മുഴുവൻ എഴുതേണ്ടി വരും. നെക്സ്റ്റില് 14 കൊടുത്തിട്ടുണ്ട്, 14 നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം സമയം ഉണ്ടെങ്കിൽ 14 എണ്ണം എഴുതുക. കാരണം ചിലപ്പോ 2 എണ്ണത്തിന് 1 മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എഴുതാതെ പോരുതല്ലോ.
പിന്നെ ഈ ഒരു പേപ്പറിന് എന്ന് പറഞ്ഞാൽ ടൈം തികയാത്ത വിഷയം വരില്ല, കാരണം വളരെ കുറച്ചേ എഴുതാനുള്ളൂ. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. 17th क्वेश्चन, व्यक्तिवाचक संज्ञा और जातिवाचक संज्ञा की परिभाषा देकर उदाहरण लिखिए. വ്യക്തിവാചക സംജ്ഞ അതുപോലെ തന്നെ ജാതിവാചക സംജ്ഞയുടെ പരിഭാഷ ദേക്കർ, ഡെഫിനീഷൻ എഴുതിയിട്ട് അതിനെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിവാചക സംജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി, വസ്തു അഥവാ സ്ഥാനം ഡിനോട്ട് ചെയ്യുന്ന സംജ്ഞയാണ്. ജാതിവാചക സംജ്ഞ എന്ന് പറയുന്നത് ജാതി के समस्त प्राणियों अथवा पदार्थों का बोध कराता है. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പിൽ വിട്ട എല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യുന്നതാണ് ജാതിവാചക. വ്യക്തിവാചക എന്ന് പറഞ്ഞ ഒറ്റ ഒരു കാര്യത്തെ മാത്രം ഡിനോട്ട് ചെയ്യുന്നതാണ്. അത് വ്യക്തിയാവാം, വസ്തുവാവാം, സ്ഥാനാവാം. അത് പ്രോപ്പർ ആയിട്ട് ഡെഫിനീഷനിൽ എഴുതുക. അപ്പോൾ വ്യക്തിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ഡെഫിനേഷൻ എഴുതുക, എന്നിട്ട് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. ജാതിവാചക സംജ്ഞയുടെയും ഡെഫിനേഷൻ എഴുതിയിട്ട് എക്സാമ്പിൾസ് എഴുതുക. 18th क्वेश्चन, रूढ़ और यौगिक शब्दों का परिचय दीजिए. അപ്പോൾ റൂഡ് ശബ്ദ്, യൗഗിക് ശബ്ദ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൗഗിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ളതാണ്. റൂഢ് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ടുള്ള ഉപയോഗം വഴി ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അർത്ഥം വന്നിട്ടുള്ള വാക്കുകളാണ്. 19th क्वेश्चन, व्यंजक शब्द क्या है, उदाहरण के द्वारा स्पष्ट कीजिए. വ്യഞ്ജക് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഒരു ഗൂഢമായിട്ടുള്ള അർത്ഥമുള്ള വാക്കുകളാണ്. അപ്പോ അതിന്റെ ഡെഫിനീഷൻ എഴുതുക, എന്നിട്ട് ഒരു എക്സാമ്പിളും എഴുതുക, എന്നിട്ട് എക്സാമ്പിൾസും എഴുതുക. 7 മാർക്സ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് 2 ലൈൻ എഴുതി അത് കിട്ടില്ലല്ലോ, ആ മാർക്സ് കിട്ടില്ലല്ലോ. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ വിത്ത് എക്സാമ്പിൾസ് എഴുതുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും 18th ക്വസ്റ്റ്യനും 19th ക്വസ്റ്റ്യനും ശബ്ദവിചാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 20th क्वेश्चन, आसन्न भूतकाल और പൂർണ്ണ ഭൂതകാൽ മേ ക്യാ അന്തർ ഹെ. ആസന്ന ഭൂതകാലും പൂർണ്ണ ഭൂതകാലിലുള്ള വ്യത്യാസം എന്താണ്? അന്തർ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? അപ്പോ ആസന്ന ഭൂതകാൽ ഓർ പൂർണ്ണ ഭൂതകാൽ, ഇത് കാലിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസന്ന ഭൂതകാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിയ ചെയ്തിട്ട് അധികം സമയം ആയിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോ ചലാഹെ, ചലീഹെ എന്നൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സെന്റൻസ് അവസാനിക്കുക. അതേസമയം പൂർണ്ണ ഭൂതകാലാണെങ്കിൽ ക്രിയാക്ക് വ്യാപാർ കോ ബീത്തെ ബഹത് സമയ ബീത് ചുക്കാ ഹെ, ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ആയാ ഥാ, ആയി थी. 21st क्वेश्चन, भावे प्रयोग की परिभाषा देकर उसके भेदों को स्पष्ट कीजिए. അപ്പോൾ പേജ് നമ്പർ 63 ഈ ഭാവേ പ്രയോഗം എന്താണെന്നും അതിന്റെ സബ് ഡിവിഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പ്രയോഗിന്റെ വീഡിയോ ഈ ചാനലിൽ ഉള്ളത് കൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് സെക്കൻഡ് സെമിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പൊ ഈ ലെസൺസിന്റെ ക്ലാസ് കേൾക്കാത്തവർക്ക് അത് പോയിട്ട് കേട്ട് നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, സംബന്ധ ബോധക് കോ ഉദാഹരണ സഹിത് സ്പഷ്ട് കീജിയെ. അപ്പോ സംബന്ധ ബോധകിനെ ഉദാഹരണം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സംബന്ധ ബോധക എന്താണെന്ന് പറയാ, പിന്നെ അതിന്റെ ജനറൽ ആയിട്ട് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് കൊടുക്കുക. സംബന്ധ ബോധക എന്ന് പറഞ്ഞാൽ എൻ്റയർ ചാപ്റ്ററിലെ കോണ്ടന്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ട്. Then 23rd क्वेश्चन, साधारण क्रिया विशेषण और संयोजक क्रिया विशेषण से क्या तात्पर्य है. സാധാരണ ക്രിയാവിശേഷണും സംയോജക ക്രിയാവിശേഷണവും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് ഉദാഹരണ സഹിതം പറയാനാണ് പറയുന്നത്. 23rd ക്വസ്റ്റ്യൻ ആൻസർ പേജ് നമ്പർ 66 പേജ് നമ്പർ 66 വരുമ്പോൾ അഭ്യാസിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ ക്രിയാവിശേഷന്റെ 3 ഡിവിഷൻസ് വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് സാധാരണ ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞാല് ജിൻ ക്രിയാവിശേഷണോ കാ प्रयोग वाक्य में स्वतंत्र रूप से होता है उन्हें साधारण क्रिया विशेषण कहते हैं എന്നാണ്. അപ്പോ ഏത് ക്രിയാവിശേഷണമാണോ ഒരു വാക്യത്തില് സ്വതന്ത്ര രൂപസേ ഹോത്താ ഹെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്, അതിനെയാണ് സാധാരണ ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജൽദി ചലോ, ധീരെ ബോലോ എന്നൊക്കെയുള്ളത്. സംയോജക ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞാൽ ജോ ക്രിയാവിശേഷൻ ഉപവാക്യോ കോ മിലാത്തെ ഹെ ഉനെ സംയോജക ക്രിയാവിശേഷൻ कहते हैं. 2 ഉപവാക്യങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വാക്കുകളെയാണ് സംയോജക ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്.
ജബ് തബ് അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ജബ് അധ്യാപക് ആയേ തബ് വിദ്യാർത്ഥി ഖഡേ ഹോ ഗയേ. അധ്യാപകൻ വന്നപ്പോൾ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നു. അപ്പോ ശരിക്കും ഇത് 2 സെന്റൻസ് ആണ്. അധ്യാപകൻ വന്നു, വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അത് 2 സെന്റൻസ് ആക്കണേന് പകരം അവർ എന്ത് ചെയ്തു, ജബ് തബ് വെച്ചിട്ട് ജോയിൻ ചെയ്തു. അധ്യാപകൻ വന്നപ്പോൾ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നു. ജൈസ കരോഗെ വൈസ ഭരോഗെ. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. കർമ്മങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ജൈസ വൈസ, എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണ് കിട്ടുക. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സംയോജക് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10 മാർക്സിന്റെ സെക്ഷൻ ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, कारक की परिभाषा लिखकर उसके भेदों पर प्रकाश डालिए. 24th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാരക് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 33ലാണ് വരുന്നത്. അപ്പൊ കാരകിന്റെ പരിഭാഷ, അതിന്റെ ഡെഫിനേഷൻ എഴുതുക, പിന്നെ അതിന്റെ ഡിവിഷൻ വിത്ത് എക്സാമ്പിൾസ് എഴുതുക. 25th ക്വസ്റ്റ്യൻ, പുരുഷവാചക് സർവനാം കാ സംക്ഷിപ്ത പരിചയ ദീജിയെ. അപ്പോൾ പുരുഷവാചക് സർവനാമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. 26th ക്വസ്റ്റ്യൻ, क्रिया विशेषण की परिभाषा लिखकर उसके भेदों पर प्रकाश डालिए. क्रिया विशेषणന്റെ ഡെഫിനിഷൻ എഴുതുക, അതിന്റെ ഡിവിഷൻസിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ ആണ് ഹിന്ദി മേ അനുവാദ് കീജിയെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫും ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. പേജ് നമ്പർ 113 ഈ സെയിം പാരഗ്രാഫും ഇതിന്റെ തന്നെ ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലെ ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ചോയ്സ് ഉണ്ടല്ലോ, 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിലെ 3 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 3 4 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഈ ക്ലാസിഫിക്കേഷൻസും ഇതിന്റെ ഡെഫിനേഷൻസും അറിയുന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനിരിക്കണം എന്നില്ല. മേലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാലോ. അപ്പോ സെക്കൻഡ് സെമ്മിന്റെ വീഡിയോസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.